എന്ന പേരിൽ മലപ്പുറത്ത് മുസ്ലിം യൂത്ത് ലീഗ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ പാണക്കാട് മുനവറിൽ നിങ്ങൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ മാ എന്നുള്ളത് അത് മലപ്പുറത്തിൻ്റെ ഒരു പ്രതീകം എന്ന നിലയ്ക്ക് മലപ്പുറം എന്നുള്ളത് മായാണ്. പക്ഷേ മാക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മാതാവ്, മനുഷ്യൻ, മണ്ണ്, അതുപോലെ ഒരുപാട് നന്മകളുടെ പേരുകളൊക്കെ പിറവിയെടുത്ത് മായിൽ നിന്നാണ്. മാ എന്നുള്ളത് മലപ്പുറം എന്ന നിലക്ക് ഇവിടെ ലവ്, ലെഗസി, ലിറ്ററേച്ചർ ഈ മൂന്ന് ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്നേഹവും അതുപോലെ ഇൻ്റഗ്രിറ്റിയും അതുപോലെ തന്നെ സാഹിത്യവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് മലപ്പുറത്തിൻ്റെ വൈവിധ്യങ്ങളെ ആഘോഷിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയാണ്. കാരണം മലപ്പുറം എന്നുള്ളത് ഒരുപാട് സാംസ്കാരികമായ പാരമ്പര്യമുള്ള ഒരു മണ്ണാണ്. സാഹിത്യരംഗത്ത് നിരവധി കോൺട്രിബ്യൂഷൻ ഈ നമ്മുടെ മലയാളത്തിൻ്റെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ, അദ്ദേഹം ഇടപെട്ട ജില്ല മലപ്പുറമാണ്. ഉറൂബിൻ്റെ മണ്ണ് മലപ്പുറമാണ്. തുഞ്ചത്ത് അതുപോലെ തന്നെ പൂന്താനത്തിൻ്റെയും അതുപോലെ MTയുടെ കഥകൾ നിറഞ്ഞു നിന്ന നിളാനദി അത് ഒഴുകി പോകുന്നത് മലപ്പുറം ജില്ലയിലൂടെ ഉണ്ട്. അപ്പം ഇതൊരു മലപ്പുറത്തിൻ്റെ സാംസ്കാരിക തനിമയും അതേപോലെ തന്നെ മലപ്പുറത്തിൻ്റെ സൗഹൃദവും മാനവികത, ഇവിടെ എല്ലാ വിശ്വാസികൾക്കും വളരെ കംഫർട്ടായി ജീവിക്കാൻ കഴിയുന്ന ഒരു ദേശമാണ്. അതിൻ്റെ ഒക്കെ പാരമ്പര്യം നേരത്തെ മമ്പറന്തങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, കളിയാട്ടുത്സവം അത് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയ സമ്മതം ചോദിച്ചാണ് ആ ഉത്സവം തുടങ്ങാറ്. അതുപോലെ ഞങ്ങളുടെ കുടുംബ അംഗങ്ങളായിട്ടുള്ള ഞങ്ങളുടെ പിതാമഹനായിട്ടുള്ള പൂക്കോയത്തങ്ങൾ, ഷിയാബ്ദങ്ങൾ, ഇവരൊക്കെ ഇവിടെ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയും അതുപോലെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ. അങ്ങാടിപ്പുറത്ത് തലക്ഷേത്രം, അവിടെ ഒരു നാശമുണ്ടായപ്പോൾ അവിടെ സാമൂദ്രവാദികൾ തീ വെക്കാൻ ശ്രമിച്ചപ്പോൾ അത് ആദ്യമായി കെടുത്താൻ പോയത് അദ്ദേഹമാണ്. അതുപോലെ അങ്ങനെ ഇവിടെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്ത് ഇന്ത്യയിലാകെ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ മലപ്പുറത്തും കേരളത്തിലൊക്കെ ക്രമസമാധാനം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് വിദ്വേഷത്തിൻ്റെ ഒരു സംസ്കാരം ഇവിടെ വരുന്നു. വിവേചനത്തിൻ്റെയും വിഭാഗീയതയുടെയും ഒക്കെ ഹെയ്റ്റഡ് പൊളിറ്റിക്സും ഹെയ്റ്റഡ് സോഷ്യൽ സെഗ്മെൻറ്റായി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം ഒരു രാഷ്ട്രീയ സംഘടന നിലക്ക് നമ്മൾ എല്ലാ തരത്തിലുമുള്ള പ്രതിരോധം നമ്മൾ നടത്തുന്നുണ്ട്, സമരം നമ്മൾ നടത്താറുണ്ട്, അതുപോലെ ഇത്തരത്തിലുള്ള ഇതിനെതിരെ ഉള്ള ബോധവൽക്കരണം നടത്താറുണ്ട്. ഇപ്പോൾ സർഗാത്മകമായ ഒരു പ്രതിരോധം ഇതിനൊക്കെ എതിരെ തീർക്കുക എന്നുള്ളതും നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അതാണ് ഒരുപാട് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ മലപ്പുറത്ത് പിറവിയെടുത്തിട്ടുള്ള ഒരുപാട് എഴുത്തുകാർ പുതിയ കാലത്തുമുണ്ട്. അപ്പോൾ മലപ്പുറത്തിൻ്റെ പാരമ്പര്യം മോയിൻകുട്ടി വൈദ്യരും അതുപോലെ നമ്മുടെ മലപ്പുറത്തിൻ്റെ വൈദ്യരംഗത്ത് ഏറെ പ്രശസ്തനായിട്ടുള്ള കോട്ടക്കൽ ആര്യവൈദ്യശാല പോലുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ മേഖലകൾ, ഇവിടുത്തെ പുതിയ വരുന്ന കലാകാരന്മാർ, സാഹിത്യരംഗത്ത് ഉയർന്നു വരുന്ന ആളുകൾ, ഇവരെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ഈ വെറും സമരവും അല്ലെങ്കിൽ മിഥ്യയിൽ ജീവിക്കുക എന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യബോധത്തോടു കൂടി ജീവിക്കുവാനും പുതിയ കാലങ്ങളെ വായിക്കാനും മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി കൊടുക്കുവാനും നമ്മുടെ ഇത്രത്തോളം നമുക്ക് സാമൂഹികപരമായ ഉത്തരവാദിത്വമുണ്ട് എന്നത് വിളിച്ചോതുന്ന രീതിയിലുള്ള 3 ദിവസത്തെ ഒരു ഫെസ്റ്റീവാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? ഏകദേശം 200-ലധികം വലിയ പ്രമുഖരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. അതിൽ മനുഷ്യപുത്രൻ, അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ IT സെല്ലിൽ വർക്ക് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ പ്രശസ്തരായിട്ടുള്ള മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ വലിയ വലിയ എഴുത്തുകാർ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഒരുപാട് ആളുകളുണ്ട്. ഏകദേശം 200-അധികം ഗസ്റ്റുകളിലുണ്ട്. എല്ലാവരുടെയും പേര് പറയാൻ സാധിക്കില്ല. പക്ഷേ 60 സെഷനാണ് ഇതിലുള്ളത്. വിവിധ വളരെ എഫക്റ്റീവായിട്ടുള്ള സെഷൻസുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് മുതലാണ് നമ്മുടെ പരിപാടി? എന്ന് വരെയാണ്? നാളെ ഇതിൻ്റെ ബുക്ക് ഫെയറിൻ്റെ ഉദ്ഘാടനമാണ് 30-ാം തീയതി. 31-ാം തീയതി ഔദ്യോഗികമായ ഉദ്ഘാടനം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. അത് 2-ാം തീയതി വരെ നീണ്ടു നിൽക്കും. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഉണ്ടോ? എങ്ങനെയാണ് ആളുകൾ പങ്കെടുക്കേണ്ടത്? എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ്. ഏകദേശം 3000-ഓളം ആളുകൾ ഇപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 2 തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് അറ്റൻഡി രജിസ്ട്രേഷൻ,
മറ്റൊന്ന് എമൗണ്ട് വാങ്ങിയിട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എമൗണ്ട് വാങ്ങിയവർക്ക് നമ്മളൊരു ഫെസ്റ്റിവൽ കിറ്റ് കൊടുക്കും, പക്ഷേ അല്ലാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാം. ആ എമൗണ്ട് വാങ്ങിയവർ തന്നെ ഏകദേശം 700ഓളം പേർ ഇതിനകം പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ബാക്കി 3000ഓളം ആളുകൾ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. 50,000 മുകളിൽ ആളുകൾ ഈ ഫെസ്റ്റിവലിൽ ഭാഗവത്താകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതായാലും മുസ്ലിം യൂത്ത് ലീഗ് പുതിയൊരു കാൽവെപ്പ് തന്നെയാണ് നടത്തുന്നത്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് മലപ്പുറത്ത് നടക്കാനിരിക്കുന്നത്. ക്യാമറമാൻ അമിത് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.